ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വെല്ലിംഗ്ടൺ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരത്തെ ട്രാവലിന് ശേഷം നമ്മൾ വെല്ലിംഗ്ടണിൽ എത്തിച്ചേർന്നു. വെല്ലിംഗ്ടൺ സിറ്റിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾക്കിവിടെ ഒരു സ്റ്റേഡിയം കാണാൻ സാധിക്കും. ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഹാർബറും കാണാൻ പറ്റും. ഒരു ഷിപ്പാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ലിയോ സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് ആ ഷിപ്പിൻ്റെ പേര്. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ ദൂരം ഈ സിറ്റി കൂടെ തന്നെ കറങ്ങി നടന്നു. പിന്നെ വെല്ലിംഗ്ടണെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിലെ മൂന്നാമത്തെ വലിയ നഗരമാണ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്ത് വളരെ ശക്തമായി കാറ്റടിക്കുന്ന ഒരു നഗരമാണിത്. അതുകൊണ്ട് തന്നെ ഇത് വിൻഡിയസ്റ്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. വെല്ലിംഗ്ടണിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് ഹാർബറും പിന്നെ ടേപ്പപ്പ മ്യൂസിയം എന്ന് പറയുന്നൊരു വളരെ വലിയൊരു മ്യൂസിയവും പിന്നെ കുറേ ഓൾഡ് ഗവൺമെൻറ് ബിൽഡിങ്സും പിന്നെ ഇവിടെ ഒരു സീലാൻഡിയ എന്ന് പറയുന്നൊരു സാങ്ച്വറിയും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. അതിമനോഹരമായൊരു സിറ്റിയാണിത്. നല്ല ഭംഗിയുണ്ട്. ഓക്ലൻഡ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫറെൻ്റാണ്. എനിക്ക് വന്നപ്പോൾ തന്നെ ചെറിയൊരു മാറ്റം അതിൽ നിന്ന് തോന്നി. കാരണം ഈ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പഴയ തരത്തിലുള്ള ഒരു വിക്ടോറിയൻ മോഡലിലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് ഇവിടെ കാണാൻ സാധിച്ചു. നമ്മൾ പാർലമെൻറ്റ് ബിൽഡിംഗ് കാണാൻ പോവുകയാണ്. അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പെട്ടെന്ന് വന്ന് യാത്ര ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് ദൂരെ നിന്നാണെങ്കിലും ഇതൊന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ കാണാൻ എന്ത് രസമാണെന്നല്ലേ. ശരിക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി ഇത്രയും ബിൽഡിങ്സൊക്കെ ഇവിടെ കണ്ടപ്പോൾ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പാർലമെൻറ്റ് ബിൽഡിങ്. നമ്മൾക്കിത് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രീ ഗൈഡഡ് ടൂർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയായിരിക്കണം അങ്ങനെ പറയുന്നത്. ഇത് കാണുന്നതാണ് പാർലമെൻറ്റ് ബിൽഡിങ്. വേറൊരു രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് ബിൽഡിങ് കാണാൻ സാധിച്ചു. ഞാൻ നമ്മുടെ നാട്ടിലെ പാർലമെൻറ്റ് പോലും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ന്യൂസിലാൻഡിൽ എനിക്ക് കാണാൻ സാധിച്ചു. അടുത്തത് ഈ ഹാർബറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാൻ കുറേയധികം വഴിയുണ്ട്. ആളുകൾക്ക് നടക്കാനൊക്കെ, രാവിലെ നടക്കാനും ഇത് സൺറൈസൊക്കെ കാണാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ കുറേയധികം ഇത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. കുറേയധികം ആർക്കിടെക്ചറുകളൊക്കെ കണ്ടു. പിന്നെ ഇവിടെ മെയിനായിട്ട് വെല്ലിംഗ്ടൺ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആളുകളെല്ലാവരും ഇവിടെ വന്ന്, ഇപ്പോൾ നമ്മൾ എവറസ്റ്റ് കീഴടക്കുമ്പോൾ അവിടെ ഒരു കൊടി കുത്തുന്ന പോലെ ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് അത് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് നടന്നു പോവാണ്. അവിടെ ചെന്നിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് ചേർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു ഫ്രണ്ട്സ്. എനിക്ക് തണുത്തിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല.
ഇതെന്താണ് സംഭവം എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ കുറേ അധികം അങ്ങനെ ലോക്കുകൾ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയ്ക്കായിട്ടോ ഒക്കെ ചെയ്തിരിക്കുന്നതായിരിക്കണം. അത് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇത് കുറേ പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു. തുരുമ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ ഇത് വെല്ലിംഗ്ടൺ എന്ന് വലിയ അക്ഷരത്തിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെല്ലിംഗ്ടൺ സിറ്റിയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഫുഡ് കഴിച്ച ശേഷം മ്യൂസിയം പോയി കണ്ടിരുന്നു. മ്യൂസിയം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതാണ്. ഇപ്പോൾ ഈ പാർക്കിങ് കഷ്ടപ്പെട്ടാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ മറന്നു വരുന്നു എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന്. അപ്പോൾ പാർക്കിങ് കണ്ടുപിടിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.